ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് പൂ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ തന്നെ സമയം ഏകദേശം ഒരു 5 മണി ആവാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ പൂ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പൂ മേടിക്കാൻ പോകാം. ഇപ്പോൾ തന്നെ ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇനി എപ്പോൾ അങ്ങ് ചെല്ലും പൂക്കൾ കിട്ടുമല്ലോ എന്നൊന്നും അറിയില്ല. ദേ ഇവിടെയാണ് കേട്ടോ ഓണം ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വന്നിട്ടില്ല, ഓണം കഴിഞ്ഞിട്ട് വരാനാണ് കേട്ടോ നമ്മുടെ പ്ലാൻ. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും വലിയ ഇതില്ലെന്ന് തോന്നുന്നു, കാരണം തിരക്കൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ദേ ചന്തയിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. ഇന്ന് ഉത്രാട ചന്തയും കൂടി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫുള്ള് ഇറങ്ങിയിട്ടുണ്ട്. ദേ ഇവിടെ എല്ലാം ബ്ലോക്കാണ് കേട്ടോ. നമ്മളിപ്പം ചന്തയുടെ അവിടെയാണ് നിൽക്കുന്നത്, അവിടെയും ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. നമ്മൾ കുറേ നേരം ബ്ലോക്കിൽ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയായിരുന്നു അത്യാവശ്യം തിരക്ക് കാണും. ഇതൊക്കെ കാണാനാണല്ലോ നമ്മളും കൂടി വന്നത്. അപ്പോൾ എന്തായാലും എല്ലാ പ്രാവശ്യവും വരുന്നതാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇപ്രാവശ്യം കൂടി വന്നത്. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്ക് നമുക്ക് പൂക്കൾ കിട്ടുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, എല്ലാ തവണയും നമ്മൾ രാവിലെയാണ് കേട്ടോ വന്ന് പൂക്കൾ വാങ്ങാറ്. അപ്പോൾ നമുക്ക് കുറച്ച് ലാഭത്തിൽ പൂക്കൾ കിട്ടാറുണ്ട്, കുറച്ച് തോനെയും പൂക്കൾ കിട്ടാറുണ്ട്. പക്ഷേ ഇത്തവണ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ പൂക്കൾക്ക്. 200 രൂപ മുതലേ പൂക്കളുടെ കിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 100 രൂപയ്ക്ക് നമ്മൾ ചോദിച്ചാൽ തരും, കുറച്ച് പൂക്കൾ മാത്രമായിട്ട് തരും. പക്ഷേ 200 രൂപയാണ് കേട്ടോ ഇത്തിരി പൂക്കളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല വിലയാണ് കേട്ടോ. ചന്തയുടെ ആ ഭാഗത്ത് തന്നെ നമ്മൾ പോയപ്പോൾ അടുത്തടുത്ത് സ്റ്റോൾ ഇട്ടേക്കുന്നവർ വരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ റേറ്റ് തന്നെയാണ് കേട്ടോ പറയുന്നത്. ആ ഒരു പൂക്കളും അത്ര വലിയ നല്ലതെന്ന് പറയാനില്ല, കാരണം എല്ലാം വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നാളത്തേക്കും കൂടെ ആണ് ഇടുന്നത്, അതുകൊണ്ട് വാടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗിയും കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ തവണത്തേക്കാളും ഇവിടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ, വെച്ചുപണിക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. എങ്കിലും നമ്മൾ നേരത്തെ പോയിട്ട് വന്നതാണ് കേട്ടോ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഫുള്ള് തിരക്കാവും, നമുക്ക് കാല് കുത്താൻ പോലും സ്ഥലം ഇല്ലാത്ത രീതിയിൽ തിരക്കാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഇത് ഏകദേശം ഒരു 6 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. പൂക്കളുടെ അവിടെയൊക്കെയാണ് കുറച്ചുകൂടെ തിരക്ക് കൂടുതലുള്ളത്. പിന്നെ നമ്മുടെ കോടതിയുടെ ഫ്രണ്ടിലും താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലും ഒക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടുന്ന് നേരെ വന്നിട്ട് നമ്മുടെ തൂക്കുപാലത്തിൻ്റെ അവിടെ പോയിട്ട് തിരിഞ്ഞ് വരാനാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീഡിയോസ് എടുക്കാനും വേണ്ടിയിട്ട്. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസ് എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലേക്കൂടൊന്നും പോകാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സൈഡിലൊക്കെ ആൾക്കാരെയും കൊണ്ട് തന്നെ നമുക്ക് വണ്ടിയിൽ ആരും നോക്കുന്ന പോലുമില്ല, വണ്ടി വരുന്നതിന് നോക്കുന്ന പോലുമില്ല. റോഡിൽ കൂടെയാണ് ആൾക്കാർ നടക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, 2 സൈഡിലും കച്ചവടക്കാരാണ്, പിന്നെ 2 സൈഡിലും അതുപോലെ തന്നെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നമ്മൾ പൂക്കൾ തേടിയാണ് കേട്ടോ ഇങ്ങോട്ടും കൂടെ വന്നത്. പക്ഷേ ഇവിടെ ഒന്നും പൂക്കളില്ലായിരുന്നു. ഇവിടെ ഫുള്ള് തുണികളും അതുപോലെ ഓർണമെൻറ്റ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളായിരുന്നു തോനെ ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഫെസ്റ്റിൻ്റെ അവിടെ അത്ര വലിയ തിരക്കൊന്നും കണ്ടിരുന്നില്ല. എനിക്ക് തോന്നുന്നു ആൾക്കാരെല്ലാം ഈ ഒരു ഭാഗത്തേക്കും ഇവിടേക്കും ഒക്കെ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫെസ്റ്റിന് അത്രയും തിരക്ക് നമുക്ക് തോന്നാഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഇനി എന്താണെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ പുറത്ത് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇറങ്ങി നിൽക്കണമെന്നുണ്ട്. പക്ഷെ ഇവിടെ പാർക്കിംഗ് പോലും ഇല്ല കേട്ടോ. വണ്ടിയൊന്നും നമുക്ക് ഒതുക്കാനേ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ അത്രയും തിരക്കായതുകൊണ്ട് ആൾക്കാരൊന്നും നോക്കാതെയും ശ്രദ്ധിക്കാതെയൊക്കെയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ ബലൂണും അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മിക്ക തവണയും വരാറുണ്ട്, എന്നെ അണ്ണനാണ് കേട്ടോ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഇന്ന് ശ്രീകുട്ടി ആദ്യമായിട്ടാണ് വന്നത്. അപ്പോൾ അവൾക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് ഒത്തിരിയാണല്ലോ, അവിടെ ഫുൾ കച്ചവടക്കാരാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കര അതിശയത്തോടെയാണ് കേട്ടോ നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും TV ജംഗ്ഷൻ്റെ അവിടെയും കൂടെ പോയി പൂക്കളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഇതാണ് കേട്ടോ നമ്മുടെ പുനലൂർ തൂക്കുപാലം. അപ്പോൾ ഇത് ഫുള്ള് ബൾബ് വെച്ച് അലങ്കരിച്ചേക്കാണ്. പക്ഷെ അതിൻ്റെ വീഡിയോസ് ഇപ്പം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം കുറച്ചൊന്ന് രാത്രി ആയാലും അവർ ബൾബൊക്കെ ഓൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്തായാലും അത് കാണാൻ അടിപൊളിയാണ് കേട്ടോ. പക്ഷെ അതിപ്പോൾ നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വേറൊരു ദിവസം അതിൻ്റെ വീഡിയോസ് ഒന്ന് എടുക്കാമെന്ന് കരുതിയിട്ടുണ്ട്. തൂക്കുപാലത്തിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. തൂക്കുപാലത്തിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരു പൂക്കട ഉള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് പൂക്കൾ വാങ്ങിയിട്ടുണ്ട്. വഴിയിലൊക്കെ കുറേ മാവേലിമാരൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈമില്ല. ഇനി വീട്ടിൽ പോയിട്ട് ഒരുപാട് ജോലികൾ കിടക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് പൂവും കൂടി നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അത് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടോ. പിന്നെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ചന്തയുടെ ഭാഗത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ അടുത്ത് തെങ്കാശി ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് കേട്ടോ എല്ലാവരും പൂക്കളൊക്കെ വലിയ തോതിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ നല്ല വിലയ്ക്ക് വെച്ചിട്ട് വിൽക്കുകയാണ് പതിവ്. അപ്പോൾ എല്ലാ തവണയും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം പൂക്കൾക്ക് നല്ലോണം നമ്മൾ ബാർഗൈൻ ചെയ്താലേ നമുക്ക് പൂക്കൾ നല്ല വിലയ്ക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നേരത്തെ കടകൾ നടത്തുന്നവരുടെ കയ്യിൽ നിന്നാണെങ്കിൽ കുറച്ച്
കുറച്ച് ലാഭത്തിന് തന്നെ കിട്ടുന്നുണ്ട്. അല്ലാതെ കൊണ്ടുവച്ച് വിൽക്കുന്നവരുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അവർ തറുത്ത് വാങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ നിൽക്കുന്നിടത്തൊന്നും അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചന്ത അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ ഇതിലേക്കൂടെ നമുക്ക് കയറി പോകാനൊരു വഴിയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതുവഴി അങ്ങ് ചാടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പൂക്കൾ, ഇതിൽ ഒട്ടുമിക്ക പൂക്കളും വാടിയ പൂക്കളാണ് കേട്ടോ. അത് 200 രൂപയിൽ താഴെ പൂക്കൾ അവർ കൊടുക്കുന്നേ ഇല്ല. എല്ലാം 200 അതിന് മുകളിലേക്കുമാണ് കേട്ടോ പൂക്കൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ 2-3 ഇടത്ത്, ഇതിപ്പോൾ അടുപ്പിച്ച് 3 കടകളുണ്ട് ഇവിടെ. അപ്പോൾ 3 ഇടത്ത് ചോദിച്ചപ്പോഴും അവർ സെയിം റേറ്റ് തന്നെയാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചന്തയുടെ ഉള്ളിലൊരു പൂക്കടയുണ്ട്. അത് പണ്ട് മുതലേ ഉള്ളൊരു കടയാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചെന്നപ്പോൾ നമുക്ക് 100 രൂപയ്ക്കൊക്കെ പൂക്കൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇത് കുറച്ച് ഉള്ളിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നും അറിയത്തില്ല കേട്ടോ. പിന്നെ അറിയാവുന്നവരാണ് തിരഞ്ഞു പിടിച്ച് ഇവിടെ വന്ന് വാങ്ങുന്നത്. ഇത് കിറ്റായിട്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും കിറ്റ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കിറ്റിന് 100 രൂപയാണ് കേട്ടോ അവർ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഒരു കിറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മുല്ലപ്പൂ 50 രൂപയായിരുന്നു കേട്ടോ ഒരു മുഴം. നമ്മൾ 2-3 ഇടത്ത് ചോദിച്ചു, പലയിടത്തും പല റേറ്റാണ്, 60ഉം 70ഉം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 50 രൂപയാണ് കേട്ടോ റേറ്റ്. പിന്നെ ഓണക്കാലം ആകുമ്പോഴേ പൂക്കൾക്ക് ഭയങ്കര ഡിമാൻഡാണല്ലോ. അപ്പോൾ എന്ത് വില കൊടുത്താലും ആൾക്കാർ മേടിക്കുമെന്നറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള വിലയാണ് കേട്ടോ അവരിടുക. അപ്പോൾ ഇതിന് ക്വാണ്ടിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പോൾ എന്തായാലും 100 രൂപയ്ക്ക് ഇത് വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. നമ്മൾ ഇതുവരെ ചെന്ന് നോക്കിയെടുത്തതിനേക്കാളിലും ഒക്കെ ലാഭം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ആ ഒരു കിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 100 രൂപയാണ് ആയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഇവിടെ വന്നിട്ട് ഒരു 50 രൂപയ്ക്ക് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ലാഭത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പൂക്കളും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ. ഇത്രയും പൂക്കളാണ് കേട്ടോ ഇപ്പം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ തിരുവോണത്തിൻ്റെ തലേന്ന് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഉത്രാടപ്പാച്ചിൽ തന്നെയാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ ചന്തയിലൊക്കെ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാ.